ചെയർമാനും CPM പാലക്കാട് ജില്ലാ കമ്മിറ്റി അംഗവുമായ PK ശശിക്കെതിരെ കടുത്ത നടപടിക്ക് പാർട്ടിയെ പ്രേരിപ്പിച്ചത് കോടികളുടെ ഇടപാടാണ്. മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റി ഓഫീസിന്റെ നിർമ്മാണ ഫണ്ടിൽ നിന്നും കോടികൾ തിരിമറി നടത്തിയതിന്റെ പേരിലാണ് ഈ കടുത്ത നടപടി. CPM ഭരിക്കുന്ന സഹകരണ ബാങ്കുകളിൽ നിന്നും സ്വാധീനം ഉപയോഗിച്ച് സമാഹരിച്ച തുകയാണ് ദുർവിനിയോഗം നടത്തിയിരുന്നത്. ഇങ്ങനെ ഒട്ടനവധി പരാതികളാണ് PK ശശിക്കെതിരെ പാർട്ടിക്കുള്ളിൽ തന്നെ ഉയർന്നത്. മണ്ണാർക്കാട് വിദ്യാഭ്യാസ സഹകരണ സൊസൈറ്റിക്ക് കീഴിലെ യൂണിവേഴ്സൽ കോളേജിനു വേണ്ടി സഹകരണ ബാങ്കുകളിൽ നിന്ന് 5,49 ലക്ഷം രൂപയാണ് ഓഹരിയായി സമാഹരിച്ചതെന്നാണ് പരാതിക്കാരുടെ വാദം. ധനസമാഹരണം പാർട്ടി അറിഞ്ഞില്ലെന്നും ഇത് ദുർവിനിയോഗം നടത്തിയെന്നുമുള്ള പരാതിയിലാണ് CPM ജില്ലാ കമ്മിറ്റിയുടെ നടപടി. തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ പദവികളിൽ നിന്നും ഒഴിവാക്കാൻ ഞായറാഴ്ച ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം തീരുമാനിച്ചിരുന്നു. KTDC ചെയർമാൻ സ്ഥാനത്തു നിന്നും ഇദ്ദേഹത്തെ നീക്കാനാണ് സാധ്യത. സഹകരണ സ്ഥാപനങ്ങളിൽ ഇഷ്ടക്കാരെ തിരികെ കയറ്റിയെന്നും ശശിക്കെതിരെ ആക്ഷേപം ഉയർന്നിരുന്നു. സാമ്പത്തിക ക്രമക്കേട് സംബന്ധിച്ച് ശശിക്കെതിരെ ഉയർന്ന പരാതിയിൽ കഴമ്പുണ്ടെന്ന് കണ്ടെത്തിയാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് MV ഗോവിന്ദന്റെ സാന്നിധ്യത്തിൽ ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ നടപടി റിപ്പോർട്ട് ചെയ്തത്. വിഭാഗീയ പ്രവർത്തനങ്ങളും തമ്മലടിയും രൂക്ഷമായ മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റി പിരിച്ചുവിടുകയും ചെയ്തു. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TM ശശിക്കാണ് ഏരിയ കമ്മിറ്റിയുടെ താൽക്കാലിക ചുമതല നൽകിയിരിക്കുന്നതെന്നാണ് അറിയാൻ സാധിച്ചത്. മണ്ണാർക്കാട് ലോക്കൽ കമ്മിറ്റി അംഗവും നഗരസഭാ കൗൺസിലറുമായ K മൻസൂറാണ് സംസ്ഥാന ജില്ലാ നേതൃത്വങ്ങൾക്ക് ഇത് സംബന്ധിച്ച് രേഖാമൂലം പരാതി നൽകിയിരുന്നത്. പരാതിയിൽ വിശദമായ അന്വേഷണം നടത്താൻ 2023 സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ പുത്തലത്ത് ദിനേശനും ആനാവൂർ നാഗപ്പനും അടങ്ങിയ കമ്മീഷനെ ജില്ലാ കമ്മിറ്റി നിയോഗിച്ചിരുന്നത്. മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റിയിൽ നേരിട്ടെത്തി അന്വേഷണം നടത്താനായിരുന്നു CPM ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിന്റെ നിർദ്ദേശം അന്ന് നൽകിയിരുന്നത്. DYFI വനിതാ നേതാവിനെ പീഡിപ്പിച്ചു എന്ന ആരോപണത്തിൽ PK ശശിയെ പാർട്ടി 6 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തിരുന്നു. PK ശശി അപമര്യാദയായി പെരുമാറുന്നു എന്നും എതിർത്തപ്പോൾ ഭീഷണിപ്പെടുത്തിയെന്നും പിന്നീട് അപവാദ പ്രചാരണം നടത്തിയെന്നുമായിരുന്നു യുവതിയുടെ പരാതി. സംസ്ഥാന നേതൃത്വം പരാതി പരിഗണിക്കാതിരുന്നതോടെയാണ് യുവതി കേന്ദ്ര നേതൃത്വത്തെ സമീപിച്ചിരുന്നത്. എന്നാൽ ലൈംഗിക അതിക്രമം നടന്നിട്ടില്ലെന്നും വാക്കാലുള്ള തീവ്രത കുറഞ്ഞ പീഡനമാണ് നടന്നതെന്നുമായിരുന്നു പരാതി അന്വേഷിച്ച കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ AK ബാലനും PK ശ്രീമതി എന്നിവരുടെ കണ്ടെത്തൽ. അന്ന് ഷെർണൂർ MLAയും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായ PK ശശിയെ കമ്മീഷൻ ശുപാർശ പ്രകാരം 2019 നവംബർ 26 CPM സസ്പെൻഡ് ചെയ്തിരുന്നത്. ലൈംഗിക അതിക്രമം ഉണ്ടായിട്ടില്ലെന്നും ഫോണിലൂടെ മോശമായി സംസാരിച്ചതിന് നടപടി എടുക്കുമെന്നുമായിരുന്നു കമ്മീഷന്റെ ശുപാർശ. സസ്പെൻഷൻ കാലാവധിക്ക് ശേഷം ശശിയെ പാർട്ടിയിലേക്ക് തിരിച്ചെടുക്കുകയും 2021 KTDC ചെയർമാനായി അവരോധിക്കുകയും ചെയ്തു.